ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇത് അടുത്തൊരു പ്രൊമോ വന്നിരിക്കുകയാണ്. ഈ പ്രൊമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ചിരിപ്പിക്കുമെന്ന് തന്നെ പറയാം. ചിരിപ്പിക്കുകയും ചെയ്യും, ചിന്തിപ്പിക്കുകയും ചെയ്യും. അതുപോലത്തെ ഒരു പ്രൊമോയാണ്. ഈ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ലാലേട്ടൻ ഒരു ബോർഡില് ഒരു പേരെഴുതും. ആ പേരെഴുതുന്നത് മത്സരാർത്ഥികളിൽ ഒരാള് കണ്ണും കെട്ടിക്കൊണ്ട്, അത് നോക്കാനേ പാടില്ല, കണ്ണു കെട്ടിട്ട് വേണം അവിടെ നിൽക്കാൻ, അവരുടെ ചെവിയൊക്കെ ഇങ്ങനെ അടച്ചു വെച്ചേക്കുക. പക്ഷേ ഇതിന്റെ അവരുടെ കൂടെയുള്ള വേറൊരു മത്സരാർത്ഥി അത് കാണണം ലാലേട്ടൻ എന്താ എഴുതിയേക്കുന്നതെന്ന്. ആ എഴുതിയേക്കുന്നത് അവര് ഈ പുറത്ത്, അതായത് ഈ കണ്ണ് കെട്ടി നിൽക്കുന്ന ആടെ പുറത്ത് ഇങ്ങനെ എഴുതി കൊടുക്കണം. അതായത് പണ്ട് ഫാമിലി ബ്ലോഗുകാരൊക്കെ ചെയ്യുന്ന പോലെ ഈ പുറത്ത് എഴുതിയിട്ട് അവർ ആ ബോർഡിലോട്ട് അത് പകർത്തി എഴുതണം എന്താണെന്നുള്ളത്. അങ്ങനെ അത് പകർത്തി എഴുതുന്ന സമയത്ത് പല വാക്കുകളും മാറിപ്പോവും. ലാലേട്ടൻ എഴുതുന്നതല്ല അവരെഴുതുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ജാസ്മിന് അവസരം കിട്ടുന്നത്. ജാസ്മിൻ ഇതുപോലെ എഴുതുന്നുണ്ട്. ജാസ്മിന്റെ പുറത്ത് എഴുതി കൊടുക്കുന്ന അനുസരിച്ച് ജാസ്മിൻ ബോർഡിൽ എഴുതുമ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, ഇതെന്ത് മലയാളം അല്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്ന സമയത്ത് ലാലേട്ടൻ എടുത്ത് ചോദിക്കുന്നുണ്ട്, മലയാളത്തിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്ന് ജാസ്മിനെ ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നു 54 ഉണ്ടെന്ന്. അപ്പൊ അവിടെ എന്തുകൊണ്ട് ജിൻഡോ അവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് 56. അപ്പൊ ഋഷി പറയുകയാണ്, ഒരു 53 നമുക്ക് പിടിക്കാമെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ വിവരം ഉണ്ടെന്നൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത്രേ ഉള്ളൂ. അതിൽ മണ്ടനെന്ന് ഇവര് മുദ്ര കുത്തിയ ആള് മാത്രമേ കറക്റ്റായിട്ട് ആ മലയാളത്തിൽ എത്ര അക്ഷരങ്ങളുണ്ടെന്ന് പറഞ്ഞുള്ളൂ. ഇതിൽ എത്ര പ്രമുഖനായ തലയിൽ വെള്ളം പൂശിയിട്ട് വന്നിരിക്കുന്ന ആള് പറഞ്ഞിരിക്കുന്ന അറിയാമോ, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാ സാറേ പഠിച്ചതെന്ന്. അപ്പൊ ഉടനെ ലാലേട്ടൻ ചോദിച്ചു ഇംഗ്ലീഷിൽ എത്ര ഉണ്ടെന്ന്. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ അയ്യോ പെട്ടേ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാ. എന്തൊരു അവസ്ഥയാന്നറിയാമോ ഇതുപോലത്തെ ആൾക്കാര്. പക്ഷെ പറച്ചിലോ ഞങ്ങള് അങ്ങ് ഭയങ്കര വിവരമുണ്ട്, ഞങ്ങൾക്ക് ലോക ജ്ഞാനമുണ്ട്, ആ ഒരു പറച്ചിലാ പറയണേ. മലയാളത്തിലൊക്കെ അക്ഷരസ്ഫുടതയിൽ ഞങ്ങൾ എടുത്ത് പറയും. അതുപോലെ തന്നെ ഞങ്ങൾ വലിയ മൈൻഡ് ഗെയിമേഴ്സ് ആണെന്നൊക്കെ പറയുന്ന സമയത്ത് അവര് മണ്ടനെന്ന് 17 പേര് മുദ്ര കുത്തിയവരും, അതോടൊപ്പം തന്നെ ഇവിടെ എന്തോ എക്സ്ട്രാ നന്ദന വെളിയിൽ ഇറങ്ങിയിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു, ഈ ജിൻഡോ അവിടെ ഇല്ലാത്ത കഥകൾ മെനഞ്ഞെടുക്കുന്ന ആളാണെന്നൊക്കെ. അങ്ങനെ ഇല്ലാത്ത കഥകൾ മെനഞ്ഞെടുക്കുന്ന ആളും മണ്ടൻ എന്ന് പറയുന്ന ആളുമാണ് അവിടെ 56 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഞാൻ അവിടെ എന്തോ ആണെന്ന് പറയുമ്പോഴല്ല ഇത് കിട്ടുന്നത്. ഇതിനൊക്കെ ഒരു ഇത് വേണം, എന്താ പറയാ, നോളേജ് വേണം. അത് അവിടെ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ അകത്തെ മുഖ്യമായ ഘടകം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.